വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനും ആഗ്രഹമുള്ളവരാണ് ഈ കാലഘട്ടത്തിൽ എല്ലാവരും. അപ്പം നിങ്ങൾക്ക് ഞാനൊരു 2 ടിപ്പ് പറഞ്ഞുതരാം. എങ്ങനെ നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി കുറച്ചുകൂടെ കൂട്ടാം, അല്ലെ നിങ്ങളുടെ വീഡിയോ എങ്ങനെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാം എന്നുള്ള 2 ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ആ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളൊരു സാധാരണ ഫോണാണ്, ഇതുപോലുള്ളൊരു സാധാരണ ഫോണാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു വീഡിയോ എടുക്കുക. ഒരു വീഡിയോ എടുക്കുക, ജസ്റ്റ് നടന്നോ അല്ലെ ഇങ്ങനെ പിടിച്ചോ ഒരു വീഡിയോ എടുക്കുക. അപ്പോൾ വീഡിയോ എടുത്തിട്ട് നിങ്ങളത് പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്ത് നോക്കുമ്പം ആ വീഡിയോയ്ക്ക് ഭയങ്കര ഒരു ഷെയ്ക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സുഖമില്ല, ക്വാളിറ്റി ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചിലരുടെ കൈക്ക് ആ ഒരു ഷെയ്ക്ക് ഉണ്ട്. കാരണം എനിക്ക് എൻ്റെ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മിക്കപ്പോഴും ആ ഷെയ്ക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ ചിലരുടെ കൈ നല്ല സ്റ്റെബിലിറ്റി ഉള്ള കൈയായിരിക്കും, അവർ വീഡിയോ എടുക്കുമ്പോൾ ഷെയ്ക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ അവർക്ക് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സാധാരണ ഫോണാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രൈപോഡ് വാങ്ങാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ പല വെബ്സൈറ്റിലും നല്ല ഓഫറിന് ട്രൈപോഡ് വാങ്ങാൻ കിട്ടാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോൺ വാങ്ങുക. ഇപ്പോൾ ഐഫോണിലൊക്കെ സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പം ഐഫോണിലൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ കൈക്ക് ചെറിയൊരു ഷേക്ക് ഉണ്ടെങ്കിലും സാധനം കുറച്ച് സ്റ്റേബിളായിട്ട് തന്നെ കിട്ടും. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത്, എപ്പോഴും ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ്, ഇപ്പോൾ നിങ്ങളൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പബ്ലിക് പ്ലേസിലോ ഗാർഡനിലോ ഒക്കെ പോകുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ നടന്ന് ഷൂട്ട് ചെയ്യാതിരിക്കുക. ഇപ്പം നിങ്ങൾക്കൊരു സാധനം കണ്ടു, കൊള്ളാം, അവിടെ ആ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് പതുക്കെ ഒരു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഒരു പാനിങ് ഷോട്ടോ എടുക്കുക. എന്നിട്ട് വേണേൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എടുക്കുക. അങ്ങനെ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോരോ ഭാഗത്ത് നിന്ന് ചെറിയ ചെറിയ ക്ലിപ്പായിട്ട് എടുക്കുക. ഇങ്ങനെ നടന്നെടുക്കാതെ പകരം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എടുക്കുക, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എടുക്കുക, ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് എടുക്കാം, ഇങ്ങനെ താഴെ നിന്ന് മുകളിലോട്ടും എടുക്കാം. അങ്ങനെ നിങ്ങൾ ക്ലിപ്പ് ബൈ ക്ലിപ്പ് എടുക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. കാണുന്നവർക്ക് കുറച്ചുകൂടെ കാണാൻ തോന്നും. ഇങ്ങനെ ക്ലിപ്പ് ബൈ ക്ലിപ്പായിട്ട് ചെറിയ ചെറിയ ക്ലിപ്പായിട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ആൾക്കാരിലേക്ക് അത് എത്തും, നമ്മുടെ ഓരോ ഷോട്ടും കാണുമ്പോൾ. അല്ല നമ്മളിങ്ങനെ നടന്നിങ്ങനെ എടുക്കുമ്പോൾ ചുമ്മാ കുറേ ചവറ് സാധനങ്ങൾ അതിനകത്ത് ഇങ്ങനെ നടന്നു പോയി അങ്ങനെ പോയി എടുക്കുന്നതിനെക്കാട്ടിൽ എപ്പോഴും ക്ലിപ്പ് ബൈ ക്ലിപ്പായിട്ട് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കൊരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അവിടെ നിൽക്കുക, അത് ഓരോരോ ക്ലിപ്പായിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുമ്പോഴും വളരെ വേഗം എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പം ഇത് ഏറ്റവും ബിഗിനേഴ്സിനുള്ള സിമ്പിളായിട്ടുള്ള ടിപ്പാണ് ഞാൻ ഈ പറഞ്ഞത്. അറിയാവുന്നവർ ഇത് സ്കിപ്പ് ചെയ്തേര്. സിമ്പിളായിട്ട് ബിഗിനേഴ്സിന്, കാരണം കുറേ പേര് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്, ഞാൻ എടുക്കുന്ന വീഡിയോ ഒന്നും ഇത്ര വരുന്നില്ല. പിന്നെ ലൈറ്റിങ് ശ്രദ്ധിക്കുക, എപ്പോഴും നല്ല വെട്ടമുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഏത് ഫോണിലാണെങ്കിൽ തന്നെ ലൈറ്റിങ് കറക്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പം ക്യാമറ എടുത്ത് നമ്മൾ ഈ ക്യാമറ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ലൈറ്റ് പോലെ കാണും. അപ്പം നമുക്കത് ലൈറ്റ് കൂട്ടി കൊടുക്കാൻ അല്ലെങ്കിൽ കുറച്ച് കൊടുക്കാൻ ഉള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒട്ടും ലൈറ്റ് ഇല്ലാത്തൊരു സ്ഥലത്താണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ